നവമാധ്യമങ്ങൾ മലയാളികളെ ഏറെ സ്വാധീനിച്ച വർഷം തന്നെയായിരുന്നു 2018. അതിൻ്റെ കരുത്തും ദുരുപയോഗവും കൂടുതൽ തിരിച്ചറിഞ്ഞ വർഷം. ഇത്തരത്തിൽ നവമാധ്യമങ്ങളുടെ ശക്തിക്ഷയങ്ങൾ തിരിച്ചറിഞ്ഞ് അതിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വിജയം കൈവരിച്ച 2 സംരംഭങ്ങളെക്കുറിച്ചാണ് ഇന്ന് മണി ടൈമിൽ. റെസ്പോൺസിബിൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഇതാണ് ക്യൂകോപ്പി എന്ന ആപ്ലിക്കേഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. കഴിഞ്ഞ വർഷം വ്യത്യസ്തമായ ആശയം കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ സ്റ്റാർട്ടപ്പ് കൂടിയാണിത്. മഹാപ്രളയത്തിൻ്റെ കാലത്തും നിപ്പ വൈറസ് ബാധയുടെ സമയത്തും സർക്കാരിന് വേണ്ടി ഇവർ നടത്തിയ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. വ്യാജവാർത്തകളുടെയും വ്യാജ പ്രൊഫൈലുകളുടെയും ഇൻഫർമേഷൻ ഓവർലോഡിന്റെയുമൊക്കെ ഇക്കാലത്ത് സ്വകാര്യത നഷ്ടപ്പെടുത്താതെ എങ്ങനെ വിവരങ്ങൾ അറിയാനും സന്ദേശങ്ങൾ നൽകാനും കഴിയുമെന്ന ചിന്തയിൽ നിന്നാണ് ക്യൂകോപ്പിയുടെ തുടക്കം. കേരള സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ 2018 ജനുവരിയിൽ പ്രവർത്തനം തുടങ്ങിയ ക്യൂകോപ്പി ഇന്നവരുടെ പ്രവർത്തന മികവിലൂടെ സ്റ്റാർട്ടപ്പുകൾക്ക് ആകെ തന്നെ പുതിയ മാതൃകയാവുകയാണ്. ഈ ഐഡിയയിലേക്ക് എത്തുന്നത് നമ്മുടെ എങ്ങനെ ബ്രോഡ്കാസ്റ്റ് ചെയ്യാന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ട് നമ്മുടെ പ്രൈവസി പോവാതെ എങ്ങനെ നമുക്കൊരു SMS അല്ലെങ്കിൽ ഒരു മെസ്സേജോ ഇൻഫർമേഷനോ റിസീവ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ചിന്തിച്ചിട്ടാണ് ഈ ഒരു ഐഡിയയിലേക്ക് നമ്മൾ എത്തുന്നത്. ക്യൂകോപ്പി എന്നതിൻ്റെ ചുരുക്കമാണ് ക്യൂകോപ്പി. ക്യൂകോപ്പി ആപ്ലിക്കേഷൻ സ്വന്തം മൊബൈലിലുണ്ടെങ്കിൽ വ്യാപാര കേന്ദ്രങ്ങളിലും ഷോപ്പിംഗ് മാളുകളിലുമൊന്നും അങ്ങോട്ട് മൊബൈൽ നമ്പർ നൽകേണ്ട കാര്യമില്ല. പകരം അവരുടെ നമ്പർ മാത്രം വാങ്ങിയാൽ മതി. അതിലൂടെ സ്വകാര്യ മൊബൈൽ നമ്പറുകൾ ദുരുപയോഗപ്പെടുത്താനുള്ള സാധ്യത കുറയ്ക്കാനും സാധിക്കും. കൂടാതെ ഓഫറുകൾ എന്ന പേരിൽ ദിവസവും അനേകം തവണ വരുന്ന സന്ദേശങ്ങൾ ഒഴിവാക്കാനും കഴിയും. ക്യൂകോപ്പിയുടെ പ്രത്യേകത നമ്മുടെ ഫോൺ നമ്പർ ഇല്ലാതെ മെസ്സേജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതായത് എവിടെ നിന്നാണോ നിങ്ങൾക്ക് മെസ്സേജ് കിട്ടേണ്ടത് ആ നമ്പർ നമ്മൾ സേവ് ചെയ്താൽ മതി. നമ്മുടെ പ്രൈവറ്റ് നമ്പർ നമ്മൾ ഷോപ്പുകളിലും അവിടെയും ഇവിടെയൊക്കെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓഫേഴ്സ് കിട്ടാനും കുറേ ഡാറ്റ കിട്ടാനൊക്കെ നമുക്ക് പ്രൈവറ്റ് നമ്പർ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതൊരു പ്രോബ്ലമാണ്. ഇപ്പം ആ പ്രൈവറ്റ് നമ്പർ വേറെ രീതിയിൽ മിസ്യൂസ് ചെയ്യപ്പെടാം. നമ്മുടെ ബാങ്കുമായിട്ട് കണക്ട് ചെയ്ത പ്രൈവറ്റ് നമ്പർ ആയിരിക്കും അത്. അപ്പോൾ ക്യൂകോപ്പി സോൾവ് ചെയ്യുന്ന പ്രോബ്ലത്തിലൊന്ന് നമ്മുടെ പ്രൈവറ്റ് നമ്പർ ഇനി നമ്മൾ അറിയാത്ത ഒരാൾക്ക് അൺനോൺ പേഴ്സണിന് കൊടുക്കേണ്ട ആവശ്യമില്ല. എവിടെ നിന്നാണ് നമുക്ക് മെസ്സേജസ് കിട്ടുന്നത് നമുക്ക് ഇങ്ങോട്ടേക്ക് സേവ് ചെയ്ത് കഴിഞ്ഞ് മെസ്സേജ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്യൂകോപ്പി. അപ്പോൾ നമ്മുടെ പ്രൈവറ്റ് നമ്പർ നമ്മൾ ഒരു അൺനോൺ ആൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. അതാണ് ക്യൂകോപ്പി സോൾവ് ചെയ്യുന്ന ഒരു പ്രോബ്ലം. രണ്ടാമത്തത് ഫേക്ക് ഫോർവേഡിനെ നമ്മൾ സോൾവ് ചെയ്യുന്നത് എങ്ങനെ നമുക്കൊരു കറക്റ്റ് ഓത്തൻറ്റിക് സോഴ്സ് നമുക്ക് മെസ്സേജസ് കിട്ടും എന്നുള്ളതിന് ഏറ്റവും നല്ല സൊല്യൂഷനാണ് ക്യൂകോപ്പി. മറ്റത് ട്വിറ്ററിലാകുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം. അപ്പോൾ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇങ്ങനെയാണ് ഇതാണ് ഒരു കാര്യം. മൂന്നാമത്തെ കാര്യം ഇൻഫർമേഷൻ ഓവർഫ്ലോ ഉണ്ട്. നമ്മളിപ്പോൾ ഫേസ്ബുക്കിൽ കയറി കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറേ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ട്. അതായത് ഞാൻ ഏതെങ്കിലും ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേക്ക് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബർത്ത്ഡേക്ക് ഒരു കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഏതോ ഒരു സുഹൃത്തിന് ആ ഒരു അപ്ഡേറ്റ് കിട്ടുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫേസ്ബുക്ക്. അപ്പോൾ ഇൻഫർമേഷൻ ഓവർഫ്ലോ, അതായത് നമുക്ക് വേണ്ടാത്തയും പല ഇൻഫർമേഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ വാട്സപ്പിലാണെങ്കിൽ തന്നെ നമുക്ക് പല ഗ്രൂപ്പിൽ നിന്നും എന്തൊക്കെയോ ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഇൻഫർമേഷൻ ഓവർഫ്ലോയിന് നമുക്ക് ക്യൂകോപ്പി വഴി ഒഴിവാക്കാൻ പറ്റും. ക്യൂകോപ്പിയിൽ ഇൻഫർമേഷൻ ഓവർഫ്ലോ വളരെ കുറവായിരിക്കും. അതായത് നമുക്ക് എവിടെ നിന്നാണോ മെസ്സേജസ് കിട്ടേണ്ടത് ആ ഒരു നമ്പർ മാത്രം സേവ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് കിട്ടും. കേരളത്തെ പിടിച്ചുകുലുക്കിയ മഹാപ്രളയകാലത്തും ക്യൂകോപ്പി സർക്കാർ വകുപ്പുകൾക്കും ജനങ്ങൾക്കും തുണയേകി. നിർണായക സമയങ്ങളിൽ സാങ്കേതികവിദ്യ എങ്ങനെ ഗുണപരമായി ലളിതമായി ഉപയോഗിക്കാമെന്ന് ക്യൂകോപ്പി അന്ന് തെളിയിച്ചു. കേരളത്തിൽ പ്രളയത്തിൻ്റെ സമയത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നത് കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കറക്റ്റ് ടൈമിൽ എത്തിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഒന്ന് ഫേക്ക് ഫോർവേഡ് ഒരു ഭാഗത്തുണ്ടായിരുന്നു. പിന്നെ ആളുകളെ അലേർട്ട് ചെയ്യാനൊന്നും നമുക്ക് ചെയ്യാനുള്ളൊരു സംവിധാനം നമുക്കില്ലായിരുന്നു. അപ്പോൾ ഫ്ലഡിൻ്റെ സമയത്ത് ക്യൂകോപ്പിയിലൂടെ സിറ്റി ട്രാഫിക് പോലീസും ക്യൂകോപ്പിയുടെ അസോസിയേറ്റ് ചെയ്തിട്ട് ട്രാഫിക് പോലീസിൻ്റെ നമ്പർ പബ്ലിക്കിന് കൊടുക്കുകയും പബ്ലിക് അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയൊക്കെയാണ് പ്രോബ്ലം ഉള്ളത്, എവിടേക്കൊക്കെ പോകാൻ പാടില്ല, എവിടെയൊക്കെയാണ് ഇതിൻ്റെ അവൈലബിലിറ്റി ഉള്ളത്, എവിടെയൊക്കെയാണ് സാധനങ്ങൾ അവൈലബിലിറ്റി ഉള്ളത്, എന്തൊക്കെ സാധനങ്ങൾ വേണം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത് ക്യൂകോപ്പി ഉപയോഗിച്ചിട്ടായിരുന്നു. അങ്ങനെയാണ് പ്രളയത്തിൻ്റെ സമയത്ത് ഇപ്പം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും ക്യൂകോപ്പിയിലുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യുന്നത് കാലാവസ്ഥ അറിയിപ്പുകളും നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇങ്ങോട്ടേക്ക് മെസ്സേജസ് ആയിട്ട് റിസീവ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഇൻഫർമേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമ്പർ സേവ് ചെയ്താൽ മതി. എവിടെ നിന്നാണോ നമുക്ക് ഇൻഫർമേഷൻ കിട്ടേണ്ടത് ആ നമ്പർ നമ്മൾ സേവ് ചെയ്താൽ മതി എന്നുള്ളതാണ് ക്യൂകോപ്പി. നിപ്പ വൈറസ് ബാധ പടർന്നു പിടിച്ചപ്പോൾ വ്യാജവാർത്തകളുടെ നിജസ്ഥിതി ജനങ്ങളെ അറിയിക്കാൻ
സംസ്ഥാന ആരോഗ്യവകുപ്പ് ക്യൂകോപ്പിയുടെ സേവനമാണ് തേടിയത്. നിപ്പയുടെ സമയത്ത് ഗവൺമെൻറ് നമുക്ക് ഭയങ്കര ഭീതിയുള്ളൊരു സമയമായിരുന്നു. എനിക്ക് തോന്നുന്നത് ഈ പകർച്ചവ്യാധി ആയതുകൊണ്ട് ആളുകൾക്ക് ഇതിലെ കൂടെ ഇറങ്ങി പ്രവർത്തിക്കാനൊക്കെ ഉള്ളൊരു ഭീതി കൂടുതലായിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമ്മൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് കൂടെ വർക്ക് ചെയ്തിട്ട് അവർക്ക് ഈ ക്യൂകോപ്പിയിൽ എങ്ങനെ പോസ്റ്റ് ഇടാൻ പറ്റും ഇത് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയും നമ്മളതിൻ്റെ ഫുൾ സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. രണ്ടാമത്തത് ഈ ഒരു ഫോൺ നമ്പർ സേവ് ചെയ്ത ആൾക്കാർക്ക് അറ്റ് എ ടൈം 10,000 പീപ്പിളിനൊക്കെ അവർക്ക് മെസ്സേജ് കൊടുക്കാൻ പറ്റി. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ ഇതിന് വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ചിക്കനിലൂടെ നിപ്പ പകരുന്നുള്ള ഫേക്ക് ന്യൂസൊക്കെ ഫോർവേഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാട്സപ്പിൽ എത്ര നമുക്ക് റൈറ്റ് ന്യൂസ് കൊടുത്താലും വീണ്ടും അതിൻ്റേതായ ഫേക്ക് ന്യൂസ് വീണ്ടും ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ ക്യൂകോപ്പിയിൽ കൂടെയായിരുന്നു അതിനെ ബൈപ്പാസ് ചെയ്തത്. അവർ ക്യൂകോപ്പിയിൽ കൂടെ പറഞ്ഞു ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ഉണ്ട്, ആരും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പം ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിന് നേരിട്ടാണ് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ കളക്ടർ ക്യൂകോപ്പിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ കളക്ടറിൽ നിന്ന് നമുക്ക് നേരിട്ട് ഇൻഫർമേഷൻ കിട്ടും. നമുക്കൊരു തേർഡ് പാർട്ടി ഇല്ലാതെ നമുക്ക് നേരിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നിലവിൽ കേരള പോലീസും ആരോഗ്യവകുപ്പും സ്റ്റാർട്ടപ്പ് മിഷനും ടെക്നോ പാർക്കുമെല്ലാം ഇവരുടെ ക്ലയന്റ് ലിസ്റ്റിലുണ്ട്. ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഗവൺമെൻറ് പ്രോജക്ട്സുകളായിട്ടും ഗവൺമെൻറ്റായിട്ട് അസോസിയേറ്റ് ആയിട്ടാണ് ഞങ്ങൾ കൂടുതലും വർക്ക് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ്സുകളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സോഷ്യലി പബ്ലിക്കിനെ കണക്ട് ചെയ്യുന്ന ആക്ടിവിറ്റികളായിട്ട് നമ്മൾ കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മളുടെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, പിന്നെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, അങ്ങനത്തെ പല ഗവൺമെൻറ്റിൻ്റെ ഈവൻ ടെക്നോ പാർക്കുകൾ എല്ലാം നമ്മളെ ആപ്ലിക്കേഷൻ ത്രൂ ആണ് ഇപ്പോൾ പബ്ലിക്കിനെ കണക്ട് ചെയ്യുന്നത്. ഈ പബ്ലിക്കിനെ ഡയറക്റ്റായിട്ട് കണക്ട് ചെയ്യുക എന്നുള്ളൊരു കീ ഫീച്ചറും പബ്ലിക്കിന് അവരുടെ ഐഡൻറ്റിറ്റിയോ അവരുടെ പ്രൈവസിയോ നഷ്ടപ്പെടാതെ സോഴ്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് മെസ്സേജ് കിട്ടാൻ പറ്റുമെന്നുള്ള ഒരു കീ ഫീച്ചർ ഇതിലുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ നവമാധ്യമങ്ങൾക്ക് സമാനമായി ആഗോള നിലവാരത്തിൽ ക്യൂകോപ്പിയെയും ഉയർത്തുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. ആളുകൾ കൂടുതൽ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷന്മാർ ഗ്ലോബൽ ആയിട്ട് ഈ ആപ്പിനെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ഞങ്ങൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഗ്ലോബലി ആളുകൾ കൂടുതൽ യൂസ് ചെയ്യാൻ വേണ്ടി കൂടുതൽ ഫീച്ചേഴ്സിനെ ഇതിലേക്ക് ആഡ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് ആൾക്കാരെ കൊണ്ട് സ്ഥിരമായി ബാക്കിയുള്ള സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന അതേമാതിരി തന്നെ ക്യൂകോപ്പിനെ ഭാവിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ടീമും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാവിയിലൊരു 1 ബില്യൺ യൂസേഴ്സും അതിൽ അതേമാതിരി യൂസേഴ്സ് വരികയാണെങ്കിൽ അത്രയും യൂസേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മുടെ ആപ്പിനെയും അതിൻ്റെ സെർവറും ബാക്കിയുള്ള കാര്യങ്ങളെയും സജ്ജമാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ആൻഡ്രോയിഡിലും iOSലും ഈ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഇപ്പോൾ ഞങ്ങൾ ഈ ആപ്പ് ആൻഡ്രോയിഡിലും iOSലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ലേറ്ററാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇതിനൊരു വെബായിട്ട് ഇതും യൂസർക്ക് ഈ ആൻഡ്രോയിഡ് മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാണ്ട് തന്നെ വെബിൽ കൂടെയും ഇതിനെ ആക്സസ് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ വർക്കിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭാവി സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മുന്നേറാനാണ് ഇവർ ഇപ്പോൾ കഠിന പ്രയത്നം നടത്തുന്നത്. വലിയ മുതൽ മുടക്കില്ലാതെ ചെറുകിട വ്യാപാരികൾക്ക് ഈ സാങ്കേതികതയിലൂടെ കൂടുതൽ സേവനങ്ങൾ നൽകാനുള്ള തയ്യാറെടുപ്പിലാണിവർ. മേക്ക് ഇറ്റ് ബിഗ്, തിങ്ക് അബൌട്ട് റവന്യൂ എന്നാണ് ഞങ്ങളുടെ ഗ്രോത്ത് സ്ട്രാറ്റജി. ഈ ഗ്രോത്ത് സ്ട്രാറ്റജിയിൽ എത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഉദ്ദേശം ഇതൊരു റെസ്പോൺസിബിൾ സോഷ്യൽ നെറ്റ്വർക്കിംഗ് എക്സ്പീരിയൻസ് നമ്മളുടെ നാട്ടിൽ ഫ്രം ഇന്ത്യ ടു ദ വേൾഡ്, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പം ആദ്യം ജനങ്ങളിലേക്ക് എത്തിയതിന് ശേഷമേ നമുക്കിതിന് റവന്യൂ മോഡലിനെ പറ്റി ചിന്തിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾക്ക് മൾട്ടിപ്പിൾ കോൺസെപ്റ്റുകളുണ്ട്, ഞങ്ങൾ അതിനുള്ള വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊമോഷൻസ് ആൻഡ് അഡ്വർടൈസ്മെൻറ്റ് ആയിരിക്കും ഞങ്ങളുടെ ഫ്യൂച്ചർ റവന്യൂ മോഡൽ. ബട്ട് ഇറ്റ് വോണ്ട് ബി ലൈക്ക് എനി കൈൻഡ് ഓഫ് അനോയിങ് ബാനർ ആഡ്സുകളോ ഇപ്പം നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന പോലെ നമ്മളുടെ ഡാറ്റ എടുത്തോളോ നമ്മൾ ഒരു ഇൻഫർമേഷൻ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് റവന്യൂ മോഡലല്ല. ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഞങ്ങളുടെ കീ ആയിട്ടുള്ള ഫോൺ നമ്പർ എന്ന യുണീക്ക് ഐഡൻറ്റിറ്റി, യൂസറുടെ ഐഡൻറ്റിറ്റി അതിനെ പ്രൊമോട്ട് ചെയ്യാൻ ഓരോ യൂസർക്കും പറ്റും എന്നാണ് ഞങ്ങളുടെ ഒരു ബിസിനസ് സാധ്യത ഞങ്ങൾ കാണുന്നത്.